ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് നമ്മുടെ ഈ ഒരു മീൻ വളർത്തലിൽ അല്ലെങ്കിൽ ഫിഷ് കീപ്പിങ്ങിൽ പുതിയതായിട്ട് കടന്നു വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ തുടക്കക്കാർ ചെയ്യാൻ സാധ്യതയുള്ള 7 മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ സൈക്കിൾ സ്കിപ്പ് ചെയ്യുന്നതാണ്. നൈട്രജൻ സൈക്കിൾ എന്താണെന്നുള്ളത് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ ടാങ്കിലെ വെള്ളം കണ്ടീഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അതിനായിട്ട് ഫിഷ് ടാങ്കുകളിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എന്ന് പറയുന്ന ചില ബാക്ടീരിയകൾ ഫോം ചെയ്യണം. എങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വേസ്റ്റിലാണ് അമോണിയ ഉള്ളത്. ആ അമോണിയ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു, പിന്നെ അത് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഈ കൺവേർഷൻ എല്ലാം ചെയ്യുന്നത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണ്. നമ്മൾ ഓൾറെഡി മീൻ കിടക്കുന്ന ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് പുതിയ ടാങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള മീനുകൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന അമോണിയ നൈട്രേറ്റ് ഫോമിലേക്ക് ആവണം. നൈട്രേറ്റ് ഫോമിലേക്ക് ആയിക്കഴിഞ്ഞാൽ മീനുകൾക്ക് അത്ര ഹാംഫുൾ അല്ല. പിന്നെ അത് നമ്മൾ വീക്കിലി വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ബാലൻസ് ആയിക്കോളും. അല്ല എന്നുണ്ടെങ്കിൽ ഫിഷ് ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഈ നൈട്രേറ്റ്സ് വലിച്ചെടുത്ത് വളമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു നൈട്രജൻ സൈക്കിൾ നടക്കാത്ത ഒരു ടാങ്ക് അല്ലെങ്കിൽ വെള്ളം കണ്ടീഷൻ ആവാത്തൊരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് മീനുകൾക്ക് ടോക്സിക് ആണ്. ഇത് ബിഗിനേഴ്സ് അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം നമ്മൾ കണ്ടീഷൻ ചെയ്തതിന് ശേഷം മാത്രം മീനുകളെ ആഡ് ചെയ്യുക. ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നാച്ചുറലായിട്ട് തന്നെ നടക്കാറുണ്ട്. പക്ഷേ അക്വേറിയങ്ങളിലൊക്കെ നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ബാക്ടീരിയസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. നമ്മൾ ഓൾറെഡി ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ടാങ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ട് നമ്മൾ അക്വേറിയത്തിലേക്ക് ആഡ് ചെയ്താൽ മതി. അതില്ലാത്തവർ ഇത്തരത്തിലുള്ള ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് പെറ്റ് ഷോപ്പുകളിൽ നിന്നും അതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിയിട്ട് അത് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്കായിട്ട് വരുന്നത് മീനുകളെ ഓവർഫീഡ് ചെയ്യുന്നതാണ്. ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഞാനും ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഓവർഫീഡ് ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഒറ്റ തവണ തന്നെ ഫീഡ് ചെയ്യുമ്പോൾ മീനിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഫീഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ടു ബാക്ക് ഫീഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓവർഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് വെള്ളം പെട്ടെന്ന് മോശമാക്കും എന്നുള്ളത് മാത്രമല്ല, പലതരത്തിലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമോണിയ, നൈട്രേറ്റ് ഈ ലെവലും സ്പൈക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മീനുകൾക്ക് പ്രോബ്ലമാണ്. അപ്പോൾ ഓവർ ഫീഡിംഗ് ആണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ മിസ്റ്റേക്ക് പറയാം. അതായത് എല്ലാ ഫിഷ് സ്പീഷീസുകളും ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനുകളല്ല. ചില മീനുകളൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള മീനുകളുണ്ട്, പെട്ടെന്ന് വലുതാവുന്ന മീനുകളുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട മീനുകളുണ്ട്. ഇത്തരം സ്പീഷീസുകൾ അല്ലെങ്കിൽ ഈ വെറൈറ്റികളൊന്നും ബിഗിനേഴ്സിന് റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത്തരത്തിൽ ബിഗിനേഴ്സിന് റെക്കമെൻഡ് ചെയ്യാത്ത മീനുകളെ പോയി പർച്ചേസ് ചെയ്യുന്നതാണ് ഈ ഒരു മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട മീനുകളായിരിക്കും. ബിഗിനേഴ്സ് ആയതുകൊണ്ട് അവർക്ക് എല്ലാ ഏരിയയിലും കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മീനുകൾ ചത്തുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക്. ഇനി നമുക്ക് നാലാമത്തെ മിസ്റ്റേക്ക് നോക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് മീനുകളെ അക്വേറിയത്തിൽ ആഡ് ചെയ്യുന്നതാണ്. ഇത് തുടക്കക്കാരായിട്ടുള്ള എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഞാനും ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിൽ പല വെറൈറ്റി മീനുകളെ കൊണ്ട് ആഡ് ചെയ്യും. അതായത് എണ്ണത്തിൽ കൂടുതലൊക്കെ കൊണ്ട് ആഡ് ചെയ്യും. ശരിക്കും ഒരു ഫിഷ് ടാങ്കിനകത്ത് എത്ര ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത് അതിനനുസരിച്ചുള്ള മീനുകളെ ഇടാവൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം മോശമാവും. അതുപോലെ തന്നെ അസുഖങ്ങൾ വരും. മീനുകൾ ഫുള്ള് സ്ട്രെസ്സിലാവും. പിന്നെ മീനുകൾ ചത്തുപോകാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഫിഷ് ടാങ്ക് അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അക്വേറിയത്തിനകത്ത് കൊള്ളാവുന്ന അല്ലെങ്കിൽ അതിനകത്ത് എത്ര ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത് ആ വെള്ളത്തിനനുസരിച്ചുള്ള മീനുകളെ മാത്രമേ ഇടാവൂ. ആ ഒരു മീനുകളുടെ എണ്ണം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് ഇടുന്ന മീനുകളെല്ലാം പരസ്പരം ഒത്തുപോകുന്ന മീനുകളാണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. അതിനാണ് നമ്മൾ ടാങ്ക് മേറ്റ്സ് എന്ന് പറയാറുള്ളത്. പ്രോപ്പറായിട്ടുള്ള ടാങ്ക് മേറ്റ്സിനെ മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഒരു അക്വേറിയത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ അഗ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി മീനുകൾ ചത്തുപോകും. ഇനി അഞ്ചാമത്തെ മിസ്റ്റേക്കായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കിറ്റുകൾ വാങ്ങാതിരിക്കുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ടെസ്റ്റ് കിറ്റുകൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. അതായത് pH, അമോണിയ, നൈട്രേറ്റ് തുടങ്ങിയവ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കിറ്റുകൾ, അതുപോലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള തെർമോമീറ്റർ. തുടക്കക്കാരെല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും മീനുകൾ ചത്തുപോകും. മീൻ വളർത്തി കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് കിറ്റ് ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഉദാഹരണത്തിന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഫുഡാണ് കൊടുക്കുന്നത്, എത്ര ഫ്രീക്വൻസിയിലാണ് ഫീഡ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ബിൽഡപ്പ് ആവുന്ന അമോണിയ, നൈട്രേറ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും. തുടക്കക്കാർക്ക് ഇത് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ടെസ്റ്റ് കിറ്റുകൾ മസ്റ്റായിട്ടും വേണമെന്ന് പറയുന്നത്. ഇനി ആറാമത്തെ മിസ്റ്റേക്കായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർ അല്ലാത്ത വാട്ടർ ചേഞ്ച് ആണ്. അടിക്കടി വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് മീനുകൾക്ക് നല്ലതല്ല. എല്ലാ ആഴ്ചയിലും ഒരു 30% വെള്ളം മാത്രമേ മാറ്റി കൊടുക്കാവൂ. അതിൽ കൂടുതൽ നമ്മൾ മാറ്റി കൊടുത്താലും അതുപോലെ തന്നെ അടിക്കടി നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്താലും പെട്ടെന്ന് വരുന്ന മാറ്റം, അതായത് വെള്ളത്തിലുള്ള ടെമ്പറേച്ചറിൻ്റെയും pHൻ്റെയും മാറ്റം മീനുകളെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് കുറേയേറെയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഓവറായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വാട്ടർ ചേഞ്ചുകൾ ഒഴിവാക്കുക. അപ്പോൾ ഇതാണ് ആറാമത്തെ മിസ്റ്റേക്ക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏഴാമത്തെ മിസ്റ്റേക്കാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് വർത്തി അല്ലാത്ത, വിശ്വാസയോഗ്യമല്ലാത്ത ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പറ്റിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള അസുഖമുള്ള ഫിഷുകളെ തന്നുവിടുക എന്നുള്ളത്. അതുപോലെ തന്നെ ചില ഷോപ്പുകളിൽ നിന്ന് റോങ് ആയിട്ടുള്ള സ്പീഷീസിനെ തന്നുവിടുന്നത്. പിന്നെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകൾ. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മീനിനെ മീനിൻ്റെ കൂടെ ഇടാൻ പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആവാത്ത മീനിനെ സ്യൂട്ടബിൾ ആവും എന്ന് പറയുന്നത്, അതായത് അവരുടെ സെയിൽസിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ 7 മിസ്റ്റേക്കുകൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ 1-2 കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള 1-2 കേസുകളാണ്. അതായത് നമ്മൾ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നത്, ക്ലോറിനേറ്റഡ് വാട്ടർ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. അതായത് ക്ലോറിനുള്ള വാട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മീനുകൾ ചത്തുപോകും. അതുകൊണ്ട് എപ്പോഴും ഡീക്ലോറിനേഷൻ ചെയ്തതിന് ശേഷം മാത്രം ആ വെള്ളം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എപ്പോഴും കുറച്ച് വലിയ ടാങ്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ മീൻ വളർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് ക്വാണ്ടിറ്റി മീനെ വളർത്താനായിട്ട് ശ്രമിക്കുക. പലരും ചെയ്യുന്നത് ചെറിയ ടാങ്ക് വാങ്ങിയിട്ട് കുറേ മീനെ വാങ്ങിയിടും, എന്നിട്ട് ആ മീനുകൾ ചത്തുപോകും. അതിനേക്കാൾ നല്ലത് വലിയ ടാങ്ക് വാങ്ങിയിട്ട് കുറച്ച് മീനുകളെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. പെട്ടെന്നുള്ള ഡെത്തും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് വലിയ ടാങ്കിൽ കുറച്ച് മീനുകളെ ഇട്ട് മീനുകളെ വളർത്തി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.